الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوة نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി സംസാരിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. ഇന്ന് നേർച്ച എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചിത്രം ആനകളും വാദ്യോപകരണങ്ങളും താളമേളങ്ങളും ചെണ്ടയുമെല്ലാമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം നേർച്ചകളുമായി ഇസ്ലാമിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. നേർച്ച എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ്, ഇബാദത്താണ്. എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കാത്ത ഒരു കാര്യം, അഥവാ റസൂലുള്ളാഹി സുന്നത്തായി പഠിപ്പിച്ചു തന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ മേൽ സ്വയം നിർബന്ധമാക്കലാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാത്ത ഒരു വിഷയം അഥവാ സുന്നത്തായ കാര്യം, അത് നമ്മുടെ മേൽ നമ്മൾ സ്വയം നിർബന്ധമാക്കലാണ് നേർച്ച. ഒരാള് നാളെ ഞാൻ സുബ്ഹ് നമസ്കാരം നമസ്കരിക്കും, നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നേർച്ചയല്ല, കാരണം അത് ഫർളാണ്. ഈ റമദാനിൽ ഞാൻ നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞാൽ അത് നേർച്ചയല്ല, കാരണം അത് ഫർളാണ്. ഫർളായ വിഷയങ്ങളിലല്ല, സുന്നത്തായ വിഷയങ്ങളിലാണ് നേർച്ച. ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പെടുക്കും, അള്ളാഹുവിൽ നേർച്ച നേർന്നിരിക്കും.
വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കും, നേർച്ച നേർന്നിരിക്കുന്നു, അതോടുകൂടി ആ നോമ്പുകൾ അവന്റെ മേൽ നിർബന്ധമായി തീർന്നു. ഇതാണ് ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ. എന്നാൽ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നതാണ്. നേർച്ചയിലൂടെ ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? മകളുടെ കല്യാണം നടക്കാൻ നിൽക്കുകയാണ്. അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ല വരനെ ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ നേർച്ച നേടുന്നു. വീടിന്റെ പണി എളുപ്പത്തിൽ പൂർത്തിയാകുന്നതിന് വേണ്ടി ആളുകൾ നേർച്ച നേടുന്നു. മരുമകന്റെ വിസ ശരിയാകുന്നതിന് വേണ്ടി ആളുകൾ നേർച്ച നേടുന്നു. മകൻ SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവന്റെ പരീക്ഷ എളുപ്പമാക്കുന്നതിന് വേണ്ടി നേർച്ച നേടുന്നു. അങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി നേർച്ച നേടുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തംദുറു, ആ രൂപത്തിലുള്ള നേർച്ചകൾ നിങ്ങൾ നേരരുത്. കാരണം അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും വരുത്തുവാൻ ആ നേർച്ചകൾ കൊണ്ട് കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ ആ നേർച്ചകൾ കൊണ്ട് സാധിക്കുകയില്ല. അപ്പൊ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. നേർച്ച കൊണ്ടൊരു മകളുടെ കല്യാണം എളുപ്പമാവുക, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുക, പരീക്ഷ എളുപ്പമായി തീരുക, അങ്ങനെ ഒരു അവസ്ഥ നേർച്ചയിലൂടെ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യക്തിബന ആദമൻ നദ്റു ബിശൈ, ആദമിന്റെ പുത്രന് നേർച്ച കൊണ്ട് ഒന്നും വന്നു ഭവിക്കുകയില്ല. അഥവാ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടം അതുകൊണ്ട് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? പിശുക്കലിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുവാൻ അത് കാരണമാണ്. പിശുക്കലിൽ നിന്ന് എന്തെങ്കിലും അവന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പണം വരുവാൻ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുവാൻ മാത്രമാണ് അത് കാരണമായി തീരുന്നത്. അതല്ലാതെ അതിലൂടെ ഭൗതികമായ ഒരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നേർച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടം നേടിയെടുക്കുവാനുള്ളതല്ല. മാത്രവുമല്ല, നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേടുക എന്നുള്ളതും ഇസ്ലാമികമല്ല. പല ആളുകളും നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേടുന്നത് കാണാം. അഥവാ പരീക്ഷയിൽ പാസ്സായാൽ ഒരു ഖത്തം ഞാൻ ഖുർആൻ ഓതാം, എൻ്റെ കുട്ടിയുടെ രോഗം മാറിയാൽ ഒരു ഉംറ ഞാൻ നിർവഹിക്കാം, അതുപോലെ തന്നെ വീടിന്റെ പണി എളുപ്പത്തിലായി കഴിഞ്ഞാൽ 2 ജുസ്ക്ക് ഞാൻ ഖുർആൻ ഓതാം, 10 യതീമീങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാം, 10 പാവപ്പെട്ടവർക്ക് വസ്ത്രം എടുത്തു കൊടുക്കാം. ഈ രൂപത്തിൽ ഒരു നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേടുന്ന ആളുകൾ. അഥവാ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ ഞാൻ തിരിച്ച് അള്ളാഹുവിന് ചെയ്തു കൊടുക്കാം. ഇത് ഹറാമാണ് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രിയമുള്ളവരെ, നമ്മൾ അമലുകൾ ചെയ്യേണ്ടത്, ദുനിയാവിൽ എന്തെങ്കിലും ഒരു നന്മകൾ നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിന് വേണ്ടിയല്ല. ഇബാദത്തുകളെല്ലാം നിർവഹിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയാണ്. നമ്മൾ നോമ്പ് നോൽക്കേണ്ടതും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം ആഗ്രഹിച്ചുകൊണ്ടാണ്. ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് നേടുന്നതിന് വേണ്ടിയല്ല. ഇബാദത്തുകളുടെ ലക്ഷ്യം ആഖിറമാണ്. അതിലുള്ള മറ്റൊരു പ്രശ്നം, അള്ളാഹുവിനോടാണ് നമ്മൾ കണ്ടീഷൻ വെക്കുന്നത്. അല്ലാഹ്, നീ എനിക്കത് ചെയ്തു തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇന്നത് ചെയ്യാം. അപ്പൊ നീ ചെയ്തു തന്നിട്ടില്ല എങ്കിൽ ആ നന്മ ചെയ്യാൻ എന്നെ കിട്ടൂല. അള്ളാഹുവിനോടാണ് അവൻ കണ്ടീഷൻ വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ചകൾ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും നേർച്ചയെ തെറ്റായ രൂപത്തിലാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇസ്ലാമിലുള്ള യഥാർത്ഥ നേർച്ചയെ പറ്റി ആളുകൾ ജഹാലത്തിലാണ്, അജ്ഞതയിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ഉത്തരം കിട്ടുന്ന ദുആ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആളുകൾ അശ്രദ്ധയിലുമാണ്. നേർച്ചയിലൂടെ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ദുആയിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. സുജൂദിലുള്ള പ്രാർത്ഥനകൾ, നമസ്കാരത്തിന്റെ അവസാന തശഹൂദിൽ അവസാനത്തിലുള്ള പ്രാർത്ഥനകൾ, അതെല്ലാം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാണ്. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു പറയുമ്പോൾ ആ ദുആഇനെ കുറിച്ച് ആളുകൾ മറന്നുപോകുന്നു.
രോഗമുണ്ട്, പ്രയാസമുണ്ട്, എന്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടാ? ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ 3 നേർച്ചകളാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേർച്ച, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേർച്ച, മറിയം ബീവിയുടെ ഉമ്മയുടെ നേർച്ച. ഈ 3 നേർച്ചകളും പരിശോധിച്ച് നോക്കിയാൽ അതൊന്നും ദുനിയാവിന് വേണ്ടിയായിരുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശുക്റായിക്കൊണ്ട്, നന്ദിയായിക്കൊണ്ട് നേർച്ച നേരാം. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ എന്താ പറഞ്ഞത്? റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. അവർ അല്ലാഹു നേർച്ച നേർന്നത് അല്ലാഹു കുട്ടിയെ അനുഗ്രഹമായി അവരുടെ ഗർഭമായി നൽകിയപ്പോഴാണ്. അല്ലാഹു കുട്ടിയെ നൽകിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നല്ല, അല്ലാഹു ഒരു കുഞ്ഞിനെ അവർക്ക് നൽകുന്നു. ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകയായി, പരിചാരകയായി ഞാൻ നൽകാം എന്നാണ് അവർ നേർച്ച നേടുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് അവിടുന്നും വിട്ടു. നേർച്ചകളുടെ അവസ്ഥകൾ ആ ഒരു സ്റ്റേജിൽ നിന്നും ഇന്ന് വിട്ടു. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേടുന്ന അവസ്ഥകളിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചേർന്നു. കാര്യം സാധിക്കുന്നതിനു വേണ്ടി മൊഹീദ്ദീൻ ശൈഖിന് ഒരു കോഴി നേർച്ച, ഇനി ഉള്ളാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആടായി മാറും. അജ്മീറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കാളയായി മാറും. അതുപോലെ തന്നെ ഇടിയങ്കര എന്ന സ്ഥലത്ത് അപ്പമാണ് നേർച്ച. കണ്ണിന് പ്രശ്നമുള്ള ആളാണോ കണ്ണപ്പം നേർച്ചയെ നൽകുന്നു. കാലിന് പ്രശ്നമുള്ള ആളാണോ കാലപ്പം നേർച്ചയെ നൽകുന്നു. ചെവിക്ക് പ്രശ്നമുള്ള ആളാണോ ചെവിയപ്പം നേർച്ചയെ നൽകുന്നു. പുതിയങ്ങാടിയിലെ പല അവസ്ഥകളും നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. പുതിയങ്ങാടിയിൽ ഒരു പഴക്കുലയാണ് നേർച്ച. ശൈഖിനെ കാണിക്കയായി ഒരു പഴക്കുല നേർച്ചയെ നൽകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ശൈഖിന് എന്തിനാണ് ഒരു പഴക്കുല? ആ കബറിൽ കിടക്കുന്ന മഹാൻ അല്ലെങ്കിൽ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ, അയാൾ മരണപ്പെട്ടു പോയി, അയാൾ എന്തായാലും ആ പഴക്കുല കൊണ്ട് ഉപകാരമെടുക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് ആ പഴക്കുല? ആ ജാറത്തിന്റെ പരിസരങ്ങളിലായി പല കടകളും ഉണ്ടാവും. അവിടെ നിന്നൊരു സാധു പഴക്കുല മേടിക്കുന്നു, ജാറത്തിനടുത്തുള്ള ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ ഉസ്താദ് കടയിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. അതൊരു വലിയ ബിസിനസ്സാണ്. ആത്മീയ ചൂഷണങ്ങളാണ്. ഈമാനുള്ളവന്റെ, മുസ്ലിമിന്റെ, മുഅ്മിനിന്റെ ഈമാൻ ചോർത്തിയെടുക്കുന്ന ആത്മീയ ചൂഷണങ്ങളാണ് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വെളിയങ്കോടുള്ള ഉമർക്കാദയുടെ പേരിൽ നടന്ന നേർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ. ആനയും ആർത്തനാദങ്ങളും ആർപ്പൂളികളുമായി, കുഴലൂത്തുകളും കൂക്കുവിളികളും മയക്കുമരുന്നുകളുമായി ഇതിലൂടെ ആളുകൾ തിരുവോരങ്ങളിലൂടെ നടന്നിരുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടതല്ലേ. പല നേർച്ചകളുടെയും അവസ്ഥ തന്നെയാണ്. ഏതെങ്കിലും ഒരു പുരോഹിതൻ തടഞ്ഞോ? നമ്മുടെ നാടുകളിൽ നടക്കുന്ന നേർച്ചകൾ ഏതെങ്കിലും പുരോഹിതന്മാർ അതിനെതിരെ സംസാരിക്കുന്നുണ്ടോ? ആണും പെണ്ണും കൂടിച്ചേരുന്ന പല ഹറാമിന്റെ സന്ദർഭങ്ങളും അവിടെയുണ്ട്. മദ്യവും മയക്കമരുന്നും സുലഭമായി ലഭിക്കുന്ന പല ഹറാമിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവിടെയുണ്ട്. അത് ഇബാദത്തിന്റെ കേന്ദ്രങ്ങളല്ല, അത് ഹറാമിന്റെ കേന്ദ്രങ്ങളാണ്. ആണും പെണ്ണും കൂടിച്ചേരുന്ന വ്യഭിചാരശാല, മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്ന ഹറാമിന്റെ കേന്ദ്രം. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു പുരോഹിതൻ തടഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ നേരത്ത് പറയുകയാണ്, ജൂത ക്രിസ്ത്യാനികളെപ്പോൾ നിങ്ങൾ ആകരുത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, അവരെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് വന്ന അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ച് ഖബർ കെട്ടിപ്പൊക്കി, ആ ഖബറിൽ പച്ച പൂശി, ഖബറിൽ കുമ്മായമടിച്ച്, അതിന്റെ മേൽ പച്ച വിരിച്ച്, എണ്ണ വെച്ച്, തിരി വെച്ച്, നിലവിളക്ക് വെച്ച്, അവിടെ കാളുകളെ ക്ഷണിച്ച് വർഷാവർഷം നേർച്ച നടത്തി അതിലെല്ലാ തോന്നിവാസങ്ങളും കൊണ്ടുവന്ന് അതിലെല്ലാ ഹറാമുകളും കൊണ്ടുവരുന്ന ഈ പുരോഹിതന്മാരാണോ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാ ഹറാമുകൾക്കും വഴിയൊരുക്കുന്ന, എല്ലാവിധ തോന്നിവാസങ്ങൾക്കും ഉദ്ഘാടനം ചെയ്യുന്ന ഈ പുരോഹിതന്മാരാണോ നിങ്ങളെ നരകത്തിൽ നിന്നും കാത്തിരക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇതിന് ഇസ്ലാം ദീനുമായി ഒരു ബന്ധവുമില്ല. നമ്മുടെ മുൻഗാമികളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട്
ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നേർച്ചകൾ നേരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നു പോകുമ്പോൾ വഴിയരികിൽ എത്രയെത്ര ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടികൾ നമുക്ക് കാണാം. അവിടെ എല്ലാം ആളുകൾ പണം നിക്ഷേപിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 9 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അഥവാ പോരാട്ടങ്ങൾ ഉണ്ടായ 9 യുദ്ധങ്ങൾ. അതിൽ 8 യുദ്ധങ്ങളിൽ സ്വഹാബത്ത് മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. 8 യുദ്ധങ്ങളിൽ മരണം നടന്നിട്ടുണ്ട്. 150ഓളം സ്വഹാബത്ത് ഷഹീദായി വന്നിട്ടുണ്ട്. 150 ശുഹദാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് 150 ശുഹദാക്കളുണ്ട്. ഏതെങ്കിലും ഒരു ഷഹീദായ സ്വഹാബിയുടെ ഖബറിനരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഷഹീദായ സ്വഹാബിയുടെ ഖബറിനരികിൽ ഈ കാണുന്ന രൂപത്തിലുള്ള നേർച്ചകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർന്നിട്ടുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിനുള്ളിൽ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം എങ്ങനെ ജീവിച്ചു നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചിലവ് ഏറ്റെടുത്തത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാമായിരുന്നു, അബ്ദുറഹ്മാൻ നിനക്ക് എന്തറിയാം, എൻ്റെ മുറിയിലുള്ളത് പ്രവാചകന്റെ ഖബറാണ്, അവിടെ ഒരു പെട്ടി വെച്ചാൽ എനിക്ക് ജീവിക്കാനുള്ളത് ലഭിക്കും. അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവിടെ ഒരു പെട്ടി വെച്ചാൽ കോടികളുടെ വരുമാനം അവർക്ക് അവിടെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ദീനെ വിറ്റ് ജീവിക്കുവാൻ നമ്മുടെ മുൻഗാമികൾ തയ്യാറായില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബിയുടെ ഖബറിനരികിൽ ചെന്ന് ഈ നേർച്ച രൂപത്തിൽ ഈ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നേർച്ചകൾ നേർന്നതായി നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാൽ പല ആചാരങ്ങളാണ്. 3ഉം 7ഉം 14ഉം 40ഉം ആണ്ടും ആളുകൾ ആഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്ത് എത്ര ഹദീസിന്റെ കിതാബുകളുണ്ട്. ഏതെങ്കിലും ഒരു കിതാബിലെ ഒരു ഹദീസ് അതിന് തെളിവായി സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ, ഇമാം മാലിക് റഹ്മഹുല്ലാ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവരുടെ ഏതെങ്കിലും ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ ഒരു അഭിപ്രായം ഇതിനെ തെളിവായി കൊണ്ട് സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഇത് ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. നാട്ടിൽ ഒരുപാട് അമലുകൾ ഉണ്ടാകും. അത് ദീനാണോ എന്ന് നോക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കിയാണ്. നാട്ടിലെ ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടായിരിക്കാം, നാട്ടിലെ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തതായിരിക്കാം, നാട്ടിലെ ജനകീയ ആഘോഷമായിരിക്കാം. എന്നാൽ അത് ഇസ്ലാം ആകണമെങ്കിൽ, അതൊരു മുസ്ലിമിന് പ്രവർത്തിക്കേണ്ടുന്ന ആഘോഷമാകണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, പ്രവാചകന്റെ മാതൃകയുണ്ടോ എന്നവർ നോക്കേണ്ടത്. ഒരാൾ പറയാണ്, ഞാൻ ഇന്ന് സുബ്ഹ് നമസ്കരിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടിയാണ്, ഞാൻ ഇന്ന് ജുമുഅത്ത് പങ്കെടുക്കുന്നത് ബദരീങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരാൾ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മളത് അനുവദിക്കുമോ? നമുക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം നമസ്കാരം ഒരു ഇബാദത്താണ്, അത് അല്ലാഹു നിർവഹിക്കേണ്ടതാണ് നമുക്കറിയാൻ സാധിക്കും. പ്രിയമുള്ളവർ, അതുപോലത്തെ ഒരു ഇബാദത്താണ് സ്വതക്ക എന്ന് പറയുന്നത്. അതുപോലത്തെ ഇബാദത്താണ് അറവ്, അതുപോലത്തെ ഇബാദത്താണ് നേർച്ച. ഇതിനെ നമ്മളോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതെല്ലാം പറ്റില്ലേ? എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകൾ മുഴുവൻ സമർപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ മാത്രമാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് കാണുന്ന നേർച്ചകൾ, പൂരങ്ങൾ, അതൊന്നും ഇസ്ലാമിൽപ്പെട്ടതല്ല. ഇസ്ലാം എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ ലഭിക്കും. വളരെ ഖേദകരമായ
ഒരു സാമൂഹിക സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ സുന്നത്തുകളെ കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ സുന്നത്തെടുത്തു കഴിഞ്ഞാൽ അത് മോശമായി കാണുന്ന ഒരവസ്ഥ. ഒരാൾ താടി നീട്ടി വളർത്തിയാൽ താടി സുന്നത്താണ്, അത് വടിച്ചു കളയൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. ഒരാൾ താടി വളർത്തുമ്പോൾ താടിയെ മോശമായി കാണുന്ന, താടി വളർത്തൽ വളരെ മോശമായ രൂപത്തിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിര്യാണിക്ക് മുകളിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം. ഒരാൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് മോശമായി കാണുന്ന രൂപത്തിൽ ആളുകൾ ഇന്ന് സുന്നത്തുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നേർച്ചകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാദ്യോപകരണങ്ങൾ, താളമേളങ്ങൾ, കരിമരുന്ന് പ്രയോഗം, അതെല്ലാം ആളുകൾ ഒരു ആഘോഷമായി ഇസ്ലാമിന്റെ പേരിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ വർഷം 100 ആനയാണ് എങ്കിൽ അടുത്ത വർഷം 110 ആളുകൾ ഹറാമിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫസൂഹ, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണേ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സന്ദർശിക്കൽ ഹറാമായിരുന്നു, വിരോധിക്കപ്പെട്ടതായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണേ. അതെന്തിനു വേണ്ടിയാണ്? പ്രവാചകൻ തന്നെ പറഞ്ഞു, തുദക്കിറുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. തുദക്കിറുൽ മൗത, നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഏത് ഖബർ സന്ദർശിച്ചാലാണ് നമുക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുക? മുനമ്പത്ത് കിടക്കുന്ന ഒരു പേരറിയാത്ത ഒരു സ്ത്രീയുടെ ജാറം സന്ദർശിച്ചാലാണോ നമുക്ക് ആഖിറം ഓർമ്മയുണ്ടാവുക? വെളിയങ്കോട് കിടക്കുന്ന ഉമർ ഖാദിയുടെ ഖബർ സന്ദർശിച്ചാലാണോ, പുത്തമ്പള്ളിയിലെ ജാറം സന്ദർശിച്ചാലാണോ നമുക്ക് ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാവുക? അതല്ല, നമ്മുടെ ഉമ്മാന്റെ ഖബർ സന്ദർശിച്ചാലാണോ? നമ്മുടെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടക്കും. നമ്മുടെ സുഹൃത്തുക്കളുടെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടക്കും. അല്ലാഹു എന്നെ പോലെ ജീവിച്ചവനാണല്ലോ, ഈ ഖബർസ്ഥാനിൽ തന്നെയാണല്ലോ ഞാനും വന്ന് കിടക്കേണ്ടത് എന്ന ചിന്ത അവന്റെ ഹൃദയത്തെ പിടിച്ചു കൊടുക്കും. അതാണ് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകും, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ നേർച്ചകൾ നേടുവാൻ നമുക്ക് സാധിക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നവരാണ് എങ്കിൽ ഈ നേർച്ചകൾക്ക് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ദുആ മജ്ലിസുകളിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഈ നേർച്ചകളുടെ തുടക്കത്തിൽ കൊടി ഉയർത്തുന്നതിന് നേതൃത്വം നൽകുന്നതാരം. ഈ ജാറങ്ങളുടെ മുന്നിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരകളിൽ പ്രസംഗിക്കുന്നതാരം. എല്ലാത്തിനും തുടക്കം കുറിച്ച് അവസാനമെല്ലാം കൈവിട്ടു പോകുമ്പോൾ ഞങ്ങളില്ല എന്ന് പറയുന്നതല്ല യഥാർത്ഥ ഇസ്ലാം. ഞങ്ങൾ ഇതിന് വരില്ല എന്ന് പറയാൻ സാധിച്ചാൽ, ഈ കൊടിയുയർത്തലിന് ഞങ്ങൾ വരില്ല എന്ന് പറയാൻ സാധിച്ചാൽ, ഈ പേക്കൂത്തുകൾക്ക് ഞങ്ങൾ വരില്ല, ഇതിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഉമ്മത്ത് മാറി ചിന്തിക്കുകയില്ലേ? പക്ഷെ അതിന് ചങ്കൂറ്റമുള്ള എത്ര പുരോഹിതന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ രൂപത്തിൽ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക, ഹക്കായി മനസ്സിലാക്കുവാനും ഹക്കിന്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോട് നമ്മളെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റി വീട്ടുവാനുള്ള അവസാന അവസരങ്ങളിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റമദാനിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകട്ടെ, കാരണങ്ങളില്ലാതെയാകട്ടെ നോമ്പ് ഖളാ ആയ ആളുകൾ ഈ റമദാനിന് മുന്നോടിയായി ആ നോമ്പുകൾ നോറ്റ് വീട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് വേറെ ഫിദിയ കൊടുക്കലൊന്നുമില്ല. എന്നാൽ മനഃപൂർവ്വം ഖളാ ആക്കിയ ആളുകൾ അതോടൊപ്പം തൗബ ചെയ്യുകയും വേണം, കാരണം അതൊരു വലിയ തെറ്റാണ്. എന്നാൽ
ഒരു റമദാനിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു, അടുത്ത റമദാനായപ്പോഴേക്കും അത് നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ, അവരെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് നോറ്റ് വീട്ടാതിരുന്നത് എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അവർ നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രമാണ്. എന്നാൽ ഒരു റമദാനിൽ നോമ്പുകൾ നഷ്ടപ്പെട്ടു, അടുത്ത റമദാനാകുന്നതിന് മുമ്പായി പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ തന്നെ അവൻ നോമ്പുകൾ നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടുകയും വേണം, അതോടൊപ്പം ഫിദിയ നൽകുകയും ചെയ്യണം. അതുപോലെ തന്നെയാണ് ഒരു കാലത്തും നോമ്പ് നോൽക്കുവാൻ ഇനി സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന, അഥവാ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിലെത്തിയ, അല്ലെങ്കിൽ മാറാരോഗങ്ങൾ മൂലം ശമനം ലഭിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് ഫിദിയ കൊടുത്താൽ മതിയാവുന്നതാണ്. ഫിദിയ എന്ന് പറഞ്ഞാൽ അതിന് പകരമായ പ്രായശ്ചിത്തം. 1.5 കിലോ ഭക്ഷണമാണ് അതിന് നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണ രൂപത്തിലുള്ള ഭക്ഷണം അരി ആയതുകൊണ്ട് 1.5 കിലോ അരിയാണ് അതിന് പകരമായി കൊണ്ട് നൽകേണ്ടത്. ഓരോ നോമ്പിനും ഓരോ മിസ്കീന് 1.5 കിലോ അരി നൽകണം. അതൊന്നുകിൽ നമുക്ക് ഭക്ഷണമായിട്ട് നൽകാം, അരിയും അതോടൊപ്പമുള്ള സാധനങ്ങളും. അരി മാത്രം നൽകിയാൽ മതിയാകുന്നതാണ്, എന്നാൽ അതോടൊപ്പം മറ്റു സാമഗ്രികളും കൂടി വെച്ചു കൊടുത്താൽ ഏറ്റവും ഉത്തമമാണ്. അല്ലെങ്കിൽ ഒരു മിസ്കീനെ അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവന് വയറ് നിറയുവോളം ഭക്ഷണം നൽകുക. ഒന്നെങ്കിൽ 30 ദിവസം ഒരു മിസ്കീൻ അങ്ങനെ ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 30 വ്യത്യസ്ത മിസ്കീന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം നൽകുക. എന്നാൽ പണമായി നൽകുവാൻ പറ്റുമോ? പണ്ഡിതന്മാർ പറഞ്ഞത് പണമായി നൽകൽ അനുവദനീയമല്ല. അതുകൊണ്ട് ഭക്ഷണമായിട്ട് തന്നെ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നോറ്റ് കൂട്ടുവാനുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നോമ്പ് നോറ്റ് കൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശാരീരിക ആരോഗ്യങ്ങളോടുകൂടിയും ആഫിയത്തോടുകൂടിയും റമദാനിലേക്ക് പ്രവേശിക്കുവാനും റമദാനിൽ നോമ്പുകളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ എടുക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ളവരിൽ സഹോദരൻ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുട്ടി ഐസിയുലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി കൊടുത്ത് എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിനെ അതിൽ ക്ഷമിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് മരണപ്പെട്ടവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെ ഞങ്ങളെ ഇതിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ നീ ശമനം ചെയ്തു കൊടുക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين.